വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. ഇന്നലെ ഞങ്ങളുടെ മരുമകളുടെ ഹൗസ് വാമിംഗ് സെറിമണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനാണ് കേട്ടോ വീടിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്നും ആകം ഭാഗം ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുവാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ പുറം ഭാഗം. ഇത് പാല് കാച്ചിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങളൊന്ന് ചെറുതായിട്ട് ആഘോഷമാക്കിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളെടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ പുറംഭാഗത്തെക്കാളും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ. ഇൻറ്റീരിയർ ഡിസൈൻ അടിപൊളിയായിരുന്നു, അത് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പാലുകാച്ച് പ്രമാണിച്ച് ഞങ്ങളുടെ വകയായിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അവർക്ക് സമ്മാനമായിട്ട് നൽകിയായിരുന്നു. അതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ വീട്ടിൻ്റെ ഉടമസ്ഥരെ നിങ്ങൾ കണ്ടില്ലല്ലോ. അതാ ഇവർ രണ്ടുപേരാണ് ഈ വീട്ടിൻ്റെ ഉടമസ്ഥർ. ഇത് എൻ്റെ മരുമകളും മരുമകളുടെ ഹസ്ബൻഡാണ്, നമ്മുടെ ഇച്ചുവിൻ്റെ പപ്പയും അപ്പുവിൻ്റെ പപ്പുലു. ഇപ്പം നിങ്ങൾ കരുതി ഈ ആരായി അപ്പു ഇവരുടെ മകളാണ് കേട്ടോ. പക്ഷേ ഈ പരിസരത്തൊന്നുമില്ല. അവൾ നല്ല ഡാൻസർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മുറ്റത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതാ ഈ ഗ്രൂപ്പിലുണ്ട് അവൾ. ഒരു ടീഷർട്ടും ഒരു കളറുള്ള പാൻസൊക്കെ ഇട്ട് കളിക്കുന്നില്ലേ, ഇതാണ് അപ്പു. തലേ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചതിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ കസിൻസ് എല്ലാം കൂടിയ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം തലേ ദിവസം രാത്രി അടിച്ചു പൊളിച്ചു. അതിൽ ഏറ്റവും ചെറിയ കസിനാണ് ദാ ഈ പച്ച ടീഷർട്ട് ഇട്ട് ഓടുന്നത്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞ് കസിനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾ ഇനി കുറച്ച് ക്ലിപ്പൊക്കെ കണ്ടോളൂ ബാക്കിയുള്ളതിൻ്റെ. ഓടിവരും നൊമ്പര മനോരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. നമ്മുടെ പാലുകാച്ചൽ ചടങ്ങ് വന്ന് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും അകത്ത് കയറി പിന്നെ പാലുകാച്ചൽ ചടങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഒരുപാട് വർഷത്തെ വീടെന്ന അവരുടെ സ്വപ്നം ദാ ഇവിടെ സഫലമായിരിക്കുകയാണ്. അങ്ങനെ എന്താ പാലുകാച്ചൽ എന്ന ചടങ്ങെല്ലാം കഴിഞ്ഞു. പിന്നെ പതിവ് പോലെ തന്നെ പകൽ ഫുഡടിയും മേളവും എൻജോയ്മെൻറ്റും തന്നെയായിരുന്നു ആ ദിവസം മുഴുവനായിട്ട്. എന്തായാലും ആ ദിവസം നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.